അധ്യക്ഷൻ അഭിവന്ദ്യനായ ഡോക്ടർ ഡി സെൽവരാജൻ പിതാവ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ ചക്കാലക്കൽ പിതാവ്, നമ്മുടെ എല്ലാവരുടെയും സ്നേഹാദരങ്ങളെ ഏറ്റുവാങ്ങുന്ന പൗരോഹിത്യത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന അഭിവന്ദ്യനായ വിൻസെൻ്റ് പിതാവ്, പ്രിയപ്പെട്ട MLA ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, മറ്റ് പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായി വൈകിയെത്തിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. കൊച്ചിയിൽ നിന്നാണ് വന്നത്. എങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. ഞാൻ വിസ്മയത്തോടുകൂടി എല്ലാ കാലത്തും നോക്കിക്കണ്ടിരുന്ന ഒരു പിതാവിൻ്റെ പൗരോഹിത്യ ജൂബിലിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇവിടെ ചക്കാലക്കൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ 50 വർഷത്തെ പൗരോഹിത്യ ജീവിതം പൂർത്തിയാക്കുക, അതിൽ 1/4 നൂറ്റാണ്ടുകാലം ഈ രൂപതയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുക, ഈ രൂപത തുടങ്ങുന്ന കാലത്തെ എല്ലാ ബാലാരിഷ്ടതകളെയും, എല്ലാ കഷ്ടപ്പാടുകളെയും, എല്ലാ ദുരിതങ്ങളെയും, എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച് അതിൻ്റെ ഒരു പ്രത്യേകമായ തലത്തിലേക്ക് കൊണ്ടുപോവുക എന്ന ദൈവികമായ ദൗത്യം, ഒരു ഡിവൈൻ അസൈൻമെൻറ്റാണ്. ആ ദൈവികമായ ദൗത്യം ഏറ്റവും മഹത്വപൂർണമായി പൂർത്തിയാക്കിയ ഒരാളാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് യഥാർത്ഥത്തിൽ വിൻസെൻ്റ് പിതാവ്. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പൗരോഹിത്യ കാലത്തെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ, ഈ രൂപതയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇവിടെ ചില മാതൃകകൾ തന്നെ ഈ രൂപതയിൽ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപാട് മാതൃകകൾ, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയ മാതൃകകൾ മറ്റു വൈദികർക്ക്, മറ്റുള്ള രൂപതാധ്യക്ഷന്മാർക്ക് എല്ലാവർക്കും മാതൃകയായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്ത, അതാണ് എപ്പോഴും ഒരു ക്രൈസ്തവ സന്ദേശം എപ്പോഴും ഉള്ളിൽ പേറിക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായി മനസ്സിലാവും. അതിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുള്ള ഒരു രൂപതയുടെ കീഴിൽ അവരുടെ സങ്കടങ്ങൾ മാറ്റാൻ, അവരുടെ വിഷമങ്ങൾ മാറ്റാൻ, അവരൊറ്റയ്ക്കല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ദൈവം അവരോട് കൂടെയുണ്ട് എന്നുള്ള ആ ദൈവികമായ സന്ദേശം പകർന്നു കൊടുക്കാൻ ആത്മീയമായും പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഭൗതിക തലത്തിൽ തനിക്ക് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു തീർത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് ഞാൻ കരുതുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എന്നെ കർത്താവേ കർത്താവേ എന്ന് എപ്പോഴും വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന ഒരാളാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം അനുഷ്ഠിക്കുന്നവർ എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയുമാകുന്നു എന്നാണ് പറയുന്നത്. അതാണ് ആ ദൈവത്തിൻ്റെ ഹിതമാണ് പ്രവർത്തിക്കേണ്ടത്. ക്രൈസ്തവ സന്ദേശം അതാണ്. ഏറ്റവും അയൽക്കാരൻ ആരാണ്, നല്ല അയൽക്കാരൻ ആരാണ്, ഗുഡ് സമരിറ്റൻ ആരാണ്, ആരാണ് നമ്മളെ സഹായിക്കുന്നത്, ആരെയാണ് നമ്മൾ സഹായിക്കുന്നത്, സങ്കടങ്ങളിൽ, പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ നമ്മൾ ആരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നവരാണ് എല്ലാവരും. സാധാരണക്കാരാവുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ, അവർ പെട്ടെന്ന് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടും. ജീവിതത്തിൽ ചിലപ്പോൾ പ്രതിസന്ധികൾക്ക് മുമ്പിൽ തളർന്നു പോകും, ചിലപ്പോൾ പിന്തിരിഞ്ഞോടും, ചിലർ ആത്മഹത്യ ചെയ്യും. തളർന്നു പോകാതെ, പിന്തിരിഞ്ഞോടാതെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് കരുത്താകുന്നത്, ആത്മവിശ്വാസമാകുന്നത് വലിയ ദൈവവിശ്വാസമാണ്, അല്ലേ? ആ ദൈവവിശ്വാസം, അവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വലതുഭാഗത്തായി ഒരു യോദ്ധാവിനെ പോലെ അവൻ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ മുന്നിലേക്ക് നടക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു വഴികാട്ടിയെ പോലെ പ്രകാശമായി, ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രകാശമായി അവൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഉറച്ച വിശ്വാസമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെ നേരിടാൻ. ഒന്നിൽ നിന്നും നമ്മൾ പിന്തിരിഞ്ഞു പോകാതെ, ഒന്നിലും നമ്മൾ തകർന്നു പോകാതെ എല്ലാത്തിനെയും നമുക്ക് നേരിടാൻ, ഏത് പ്രതികൂലമായ കാര്യം വന്നാലും അതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മുടെ ഉറച്ച ദൈവവിശ്വാസത്തിൽ നിന്നാണ്. അവൻ എൻ്റെ കൂടെ ഉണ്ടാകും. പ്രതികൂലമായ ഏത് സാഹചര്യങ്ങളെ നേരിടാൻ, അതിനെ എനിക്ക് അനുകൂലമാക്കി മാറ്റാൻ അവൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസം.
ആ ഉറച്ച ആത്മീയതയിൽ നിന്നുകൊണ്ടാണ് വിൻസെൻ്റ് പിതാവ് താൻ നേരിട്ട എല്ലാ ശ്രമകരമായ പ്രശ്നങ്ങളെയും മറികടന്നത്. എല്ലാ ആ ക്രൈസ്തവ സന്ദേശം എല്ലാ പാവപ്പെട്ടവനെയും സങ്കടപ്പെടുന്നവനെയും വിഷമം അനുഭവിക്കുന്നവനെയും ചേർത്തു പിടിക്കാനുള്ളതാണ് പൗരോഹിത്യ വൃത്തി. അത് ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് ആണ് പോകുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു തരത്തിലെ കുരിശ് ചുമക്കൽ തന്നെയാണ്. അത് കുരിശ് ചുമക്കലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് നടന്നു നീങ്ങി എന്നുള്ളതാണ് അഭിവന്ദ്യനായ പിതാവിൻ്റെ ഏറ്റവും വലിയ നന്മയായി ഞാൻ കരുതുന്നത്. ഞാൻ പ്രിയപ്പെട്ട ഏറ്റവും പിതാവ് വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനുള്ള അവസരം കൂടി എനിക്ക് ഈ യോഗത്തിൽ ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമാണ്. ഞാൻ വിൻസെൻ്റ് പിതാവിന് എല്ലാവിധ നന്മകളും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.